ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ചെറിയ ഒരു തേങ്ങയുടെ ഒരു മുറിയാണ് ഞാൻ ചിരകി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ചിരകിയ തേങ്ങ ആണെന്നുണ്ടെങ്കിലും ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ല ഈവൻ ആയിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരേപോലെ വറുത്തെടുക്കാൻ എളുപ്പമാണ്. ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8-10 കുരുമുളക്, ഒരു 2 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ, നല്ല ജീരകം. ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത്, ഫ്ലെയിം കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തോളൂ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കൂട്ടിയും കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ വറുത്തെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും, പക്ഷേ ആ ഒരു കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കയ്പ്പ് രസം വരും നമ്മുടെ കറിക്ക്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ടൊക്കെ ചെയ്യുക കേട്ടോ. നല്ല ഉണക്ക തേങ്ങ എടുക്കാൻ ശ്രമിക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്നായി വരുന്ന സമയത്ത് നമുക്കൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതിനകത്തേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി, അത്യാവശ്യം വലുപ്പമുള്ളതാണ്, കുറച്ച് നീളത്തിലരിഞ്ഞ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സവോള കൂടിയൊക്കെ ചേർക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവോളയും വേണ്ടുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ, പക്ഷേ ചെറിയ ഉള്ളിയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തോളൂ, കാരണം നമ്മൾ വറ്റൽമുളകും കുരുമുളകും ഒക്കെ നമ്മുടെ തേങ്ങയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചമുളക് എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഒരെണ്ണമൊക്കെ മതിയാവും. എരിവ് എപ്പോഴും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ബാലൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ, നല്ല പോലെ ഒന്ന് വഴണ്ട് കിട്ടണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ തേങ്ങ അത്യാവശ്യം നല്ല പോലെ മൂത്ത് വരുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി. നമ്മളിതിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്, 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി മുളക് പൊടിയേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ബാലൻസ് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ എല്ലാ എരിവുണ്ടാവും. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ആ ചൂടിൽ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. പൊടികളൊക്കെ ഒന്ന് റോസ്റ്റായി കിട്ടണം. നല്ല ചൂടായി കിടക്കുന്ന പാത്രമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കരിയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പൊടികൾ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ, ചെറിയൊരു പനിയുണ്ട്, അതുകൊണ്ടാണ്. ഇത് ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്, കാരണം ആ ഒരു പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ വഴണ്ടി കിട്ടിയാൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക, അതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ എനിക്കിന്ന് ഞാൻ പറഞ്ഞല്ലോ, പനിയുടെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഒരുപാട് നിൽക്കാനൊന്നും വയ്യ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളിയുടെ അരമുറിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളി എടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയായിരുന്നു, അരമുറിയെ ചേർത്തിട്ടുള്ളൂ. തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന കാഷ്യൂനട്ടാണ്, നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് കുറച്ച് നേരം ഞാൻ വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചതിന് ശേഷമാണ് ഇടുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ പച്ചക്കശുവണ്ടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണത് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും കിട്ടാനുള്ള വഴിയില്ല. അങ്ങനെ കിട്ടുന്നവർ അതിൽ തന്നെ ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് അവിയലിലൊക്കെ ഇടാറുണ്ടല്ലോ പച്ചക്കശുവണ്ടി, പണ്ട് കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ഒരുപാട് കുഞ്ഞിലേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്നും ആരും ആ ഒരു രീതിയിലുള്ള റെസിപ്പീസൊന്നും ചെയ്യാറില്ല. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് എടുത്തത്. എന്നാലും നമ്മുടെ പച്ചക്കശുവണ്ടിയുടെ ടേസ്റ്റൊന്നും കിട്ടില്ല. ചിലരുടെ വീടുകളിലുണ്ടാവും, ഞങ്ങൾക്ക് കൊല്ലത്തോട്ടൊക്കെ പല വീടുകളിലുമുണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം ഒരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പുളിവെള്ളമാണ്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. എന്നിട്ട് അതാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയുടെ അളവൊന്നും ഒരുപാട് കൂടണ്ട. അധികം പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി ചേർക്കുന്നതുകൊണ്ട് തന്നെ തക്കാളിയുടെ അളവ് ഒരുപാട് കൂടരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പഴുത്ത തക്കാളി എടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ല പോലെ തിളയ്ക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ തേങ്ങ ഒക്കെ തണുത്ത് കഴിയുമ്പോൾ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നല്ല ഉണക്ക തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വരും. ആ എണ്ണയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇളക്കി കൊടുത്ത് 3-4 തവണ അടിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ എണ്ണ ഇറങ്ങി വരും. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഉണങ്ങിയ തേങ്ങയൊക്കെ അല്ല, അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ ചെയ്ത പോലെ നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കുക. നല്ല പോലെ പൊടിച്ചെടുത്തതിന് ശേഷം ആ പുളിവെള്ളത്തിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു പൊട്ട് ശർക്കര ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. ആ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ നല്ലതാണ്. അപ്പോൾ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത്തിരി മതി, ഒരു പൊട്ട് മതിയാവും. ആവശ്യത്തിന് കറിവേപ്പിലയോടെ ഇട്ടു. നന്നായിട്ടൊന്ന് തിളച്ചതായി ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ ഒന്ന് തിളച്ച് ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതാണ് അതിൻ്റെ പരുവം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ തിക്കാക്കേണ്ടുന്നവർക്ക് ആക്കാം. പക്ഷേ ഇരിക്കുമ്പോൾ അങ്ങ് ഒരുപാട് തിക്കായി പോകും. ഈ ഒരു പരുവത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പരുവമായിരിക്കും കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. എനിക്ക് ഒത്തിരി അങ്ങ് കുറുകുന്നതും ഇഷ്ടമല്ല, ഒരുപാട് വെള്ളം പോലെ ആവുന്നതും ഇഷ്ടമല്ല. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ അത് കറക്റ്റാണ് കേട്ടോ. ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും തണുക്കുമ്പോൾ. അപ്പോൾ അത് കറക്റ്റ് പരുവാവും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അതപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി കേട്ടോ. ഇതാണ് എൻ്റെ ഒരു പരുവം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പച്ചക്കശുവണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് തന്നെ ഇടുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഹൈപ്പ് ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും റെസിപ്പീസൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.